അടിപൊളിയായിട്ടുണ്ട്. സത്യം പറ. ഇപ്പൊ നല്ല ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പൊറോട്ട കുട്ടി എന്താണ് അത്? അൻസിക്ക് വെജ് വേണം. ചോറുണ്ട്. ഇതേ അപ്പം സോയിക്കുട്ടിക്ക് കുറേ നാളെയല്ലേ പറയാണ് എന്താ കേരമീൻ ഉണ്ടാക്കി തരാൻ. അതെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടോ? ആയിട്ട് നല്ല ചൂട് പൊറോട്ട കേരമീൻ കൈ. ഓക്കെ. അറിയില്ല കേട്ടോ, ഞാൻ കുറേ നാൾക്ക് ശേഷം ഉണ്ടാക്കണം കേട്ടോ. അതിന് മൂഡ് ഓഫ് ഉണ്ട് സോയിക്കുട്ടിക്ക്. നല്ല അടിപൊളി കരിമീൻ ഉണ്ടാക്കി തട്ടെ. കഴിച്ച സന്തോഷമാവോ? കഴിച്ചിട്ട് സന്തോഷമാവും. ഉണ്ടാക്കി തരാൻ നോക്കട്ടെ. കുറേ നാളായിട്ട് ഉണ്ടാക്കിട്ടോ. ഞാൻ അവള് പ്രഗ്നൻ്റ് ആയപ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ റെസിപ്പിയൊക്കെ മറന്നുപോയി. നോക്കട്ടെ, ഒന്ന് ഓർത്തെടുത്ത് ചെയ്യാൻ നോക്കട്ടെ. അതിൽപ്പറ്റിയ അതെ ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പോകണം. ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് അടിക്കണ പോസിറ്റീവ് ആയിട്ടൊന്നും പറയില്ലല്ലോ. പോത്തല്ല പോസിറ്റീവ് ആയിട്ടെ. നല്ല കരിമീനും നല്ല പൊറോട്ടയും തരാം. പൊറോട്ട ഞാൻ അടിക്കില്ല കേട്ടോ. പിന്നെ ഞാൻ അടിക്കണം. നല്ല വിരോധം ഉണ്ട് കയറി കഴിക്കാൻ. കഴിച്ചു നോക്കാം, നല്ല ടേസ്റ്റ്. അത് എന്റെ കറി കഴിച്ചൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഞാൻ കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പൊറോട്ട ഓ ശരി. നല്ല വയ്യാണ്ട്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം കേട്ടോ. എൻ്റെ ഒരു ഐഡിയയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന രീതി പലരും പല രീതിയിലേക്ക് ഉണ്ടാക്കണം. ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കണം കേട്ടോ. ഇത് ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ. ഇത് ചെറുള്ളി വേണം, സവാള വേണം, 2 പച്ചമുളക് വേണം, 1 തക്കാളി വേണം, 5 ഇത് ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയും ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ റെഡി ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും പറയാറുണ്ട് നമ്മുടെ സോയിക്കുട്ടി എന്താ പറയുക, സോയിക്കുട്ടിയാണ് എപ്പോഴും പണിയെടുക്കണത്, അത് അവളെ കൊണ്ട് പണിയെടുപ്പിക്കണം എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ആൾക്ക് പണിയെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് പണിയെടുക്കുന്നു. എനിക്ക് പണിയെടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് പണിയെടുക്കുന്നില്ല. വീട്ടിലെ കേസാട്ടോ പറയണേ. അതുകൊണ്ടാണ് ശീലമായിപ്പോയി. അവൾ ചെറുപ്പത്തിലേ ഇങ്ങനെ പണിയെടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഹാബിറ്റ് ചെറുപ്പത്തിലേ ശീലിച്ചാൽ നല്ലതാണ്, ഇതുള്ളൂ. അപ്പോൾ അത് എത്ര ആയിട്ട് അത് കുറച്ച് സവാള, 1 സവാള കട്ട് ചെയ്തായിരുന്നു. തക്കാളി 3/4 തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. നേരത്തെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി ചതച്ചുണ്ട്, 2 മുളക് ലാസ്റ്റ് കീറി കിട്ടിയാൽ മതി കേട്ടോ. എന്നാ അടിച്ചിരിക്കണേ? എന്താ മുളക് വയ്യല്ല, പോയി കട്ടിൽ കിടന്ന് ഉറങ്ങാം. കുഞ്ഞു ബാബ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ചട്ടി വയ്ക്കണം, വെളിച്ചെണ്ണ വയ്ക്കണം, കടുകിടണം, ഉലുവിടണം, അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. നമുക്ക് ചെയ്യാം കേട്ടോ. ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി ഒന്ന് ചൂടാവട്ടെ. ഇവിടെ ചട്ടി ചൂടായിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പുരട്ടെ 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 പുരട്ടെ. ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. സെയിം തന്നെ ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ചതച്ചരച്ച്, ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചതച്ചരച്ചിട്ടടാ ഇട്ട് കൊടുക്കാം.
അടുത്ത സവാളയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അടുത്തത് സവാള ഇട്ട് കൊടുക്കാം. സവാള അല്ല കേട്ടോ, തക്കാളി. എൻ്റെ പൊന്നേ, ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇട്ടാൽ മതി കേട്ടോ, കുറച്ച് ലേറ്റായിട്ട് ഇട്ടാൽ മതി. തീ കുറച്ചൊന്ന് കുറച്ചിടാം കേട്ടോ. ഇനി നമ്മുടെ മുളകൊന്ന് കയറിയിട്ട് കൊടുക്കാം കേട്ടോ. 2 മുളക്, രണ്ട് സ്പൂണ് നമ്മുടെ മുളക് പൊടി ഇട്ടാം. ഓക്കെ, അടുത്തത് കാശ്മീരി മുളക് പൊടിയാണ്. അതും 2 സ്പൂണ്. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാം. ഇനി നന്നായിട്ടൊന്ന് വഴക്കണം. ഇത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല, എന്നാലും നമ്മുടെ രീതിയിൽ ചെയ്യണമാണ്. നമുക്ക് അർപ്പിക്കണം അത്. അതെ, നമ്മൾ ഈ ഗ്യാപ്പിൽ വാളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. വാളംപുളി കുറച്ചിട്ട് ഒരു 5 6 വാളംപുളി വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം തിളപ്പിക്കുക കേട്ടോ. ഞാൻ കട്ടൻ ചായ അല്ല കേട്ടോ, വാളംപുളി അല്ല, കുടംപുളിയാണ്. അപ്പം എനിക്ക് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അതാണ് ഇത്രയും കറുത്തിട്ടുണ്ട് കേട്ടോ. എന്നൊക്കെ കുടംപുള്ളിയുടെ വെള്ളം ഒഴിക്കാം കേട്ടോ. കൊളായിരുന്ന തോന്നണം കേട്ടോ. ബാക്കിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചില്ല കേട്ടോ. എൻ്റെ കർത്താവേ ശരിയായ മതിയണ്ടേ. ഇതിൽ കുറച്ച് നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചല്ലല്ലോ മീനിട്ട് കൊടുക്കാം. ഞാൻ എന്തൊക്കെ പറയണമെന്ന് എനിക്കെന്നെ അറിയില്ല കേട്ടോ. മിന്നിച്ചേക്കണേ. ഇത്തിരി ഉപ്പ്, ഓക്കെ, കുറച്ച് നന്നായിട്ട് തിളക്കട്ടെ, വേവട്ടെ, അടച്ചു വെക്കണമല്ലോ. അപ്പോൾ അത് നമ്മുടെ മീൻ കറി ഉണ്ടാക്കേണ്ട പരിപാടി കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ ഫൈനൽ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല, ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുറേ നാൾ ഉണ്ടാക്കിയിട്ട്, പലപ്പോഴും കുറേ നാളെ ഉണ്ടാക്കിയിട്ട് ഇപ്പം നോക്കട്ടെ. എന്നുവെച്ചാൽ മതിയായിരുന്നു. ഏകദേശം സെറ്റായെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നോക്കാം. ഈശ്വര, കളറൊക്കെ ഓക്കെയാണ്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. സുഖിട്ടേ, വന്നേ, കൊളായെന്ന് തോന്നുന്നു. വന്നേ, വാ, ടേസ്റ്റ് നോക്കി. പുളി കൂടുതലല്ലേ? അപ്പൊ ഉപ്പിട്ട് പിന്നെയും ഇതാവൂലേ? ശരിയായിക്കോളോ? അപ്പൊ പ്രശ്നമില്ല. ഓക്കെ, അത് ഡ്രൈ ആവണോ? അല്ലല്ല, കുറച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് വരുള്ളൂ. പുളിയുണ്ട്, എരിവുമുണ്ട്. വേറെ പ്രശ്നമുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ റെഡി ആവല്ലേ?
കുറച്ച് കഴിഞ്ഞിട്ട് പൊറോട്ട ഒക്കെ കഴിച്ച് നോക്കാം. ഏതോ 7 മണിയാകുമ്പോൾ നോക്കാം അല്ലേ. നോക്ക് ടേസ്റ്റ് നോക്ക്. ഞാൻ പറഞ്ഞ നല്ലതാണ്. നല്ലതാണോ? ഈശ്വര കുഴപ്പമില്ലേ? എനിക്ക് കുറെ നാളെ ദിവസം വെച്ചോണ്ട് എനിക്കൊരു നല്ല ആ പുളി നല്ല സൂപ്പറായിട്ട്. അല്ല അമ്മ ടേസ്റ്റ് ചെയ്തോ? ഇവിടെ ഞാനിങ്ങനെ ഞാൻ എന്റെ കറി കൂട്ടൂല, പക്ഷെ നിങ്ങൾ ടേസ്റ്റ് ചെയ്തു. നല്ലതാണോ? നല്ല നല്ല ടേസ്റ്റ് നല്ല. പക്ഷെ അത് അവിടെ അല്ലോ വെച്ചത്, എവിടെയാണ് വെച്ചത്? ഇല്ല, നീ മറന്നുപോയി. കളിക്കല്ലട്ടാ നീ മറന്നു പോയത്. എന്റെ അമ്മ പറഞ്ഞല്ലോ കുഴപ്പമില്ലാന്ന്, കുറച്ച് ടേസ്റ്റ് കൂടും. അമ്മ കഴിക്കില്ലല്ലോ. മീൻകറി മീന് കുഴപ്പമില്ല കേട്ടാ, മീന് കുഴപ്പമില്ല. ആ ചാറ് മീന് കുഴപ്പമില്ല, മീൻ പിന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചാറ് ഡൗട്ടായിരുന്നു. അമ്മച്ചി വാ, നേരത്തെ എല്ലാം വിളിച്ചു പോയല്ലോ, മീൻകറി എങ്ങനെ ഉണ്ടായിരുന്നു? വാ ടേസ്റ്റ് നോക്ക്, ടേസ്റ്റ് നോക്ക്. അവിടെ നോക്കട്ടെ. കളർ എങ്ങനെയുണ്ട്? മുളക് കറുത്തിട്ടാ, നീ കറുത്ത് വെച്ചോ? മുളക് വറുത്തിട്ടാ. എവിടെ നോക്കിയേ പറ. നേരത്തെ എന്താ പറഞ്ഞു പോയ? അടിപൊളിയായിട്ടുണ്ട്. സത്യം പറ, ഇപ്പൊ നല്ല ആയിട്ടുണ്ട്. പുളി പോയോ? പുളി വേണം. പുളി വേണല്ലേ? ഓക്കെ, എനിക്ക് ഡൗട്ടായി ഇടയ്ക്ക് വെച്ച്. എന്താ നീ എന്നും കറി വെച്ചാ മതി. അതെന്താ അങ്ങനെ? ഞാൻ നട്ടു വെക്കുന്നുണ്ട്. അല്ല സോന വേണ്ട. ഓ കണ്ണുടിക്ക് കാണിക്കണ്ട. കഴിച്ചു ടേസ്റ്റ് നോക്ക്. ഇപ്പൊ കണ്ടല്ലോ, ഇപ്പൊ ടേസ്റ്റ് നോക്ക്. അല്ലെങ്കിൽ വോയിസ് ഓവർ മാത്രമേ ഉള്ളൂ കേട്ടാ, അതിൽ സോയിക്കുട്ടിന് മാത്രം കാണിക്കാം. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പ്ലസ് 1 പഠിക്കുമ്പോ ഇവിടെ ഞാൻ ഇവര് താമസിക്കുന്ന സ്ഥലത്ത് അന്ന് ആന്റിയുടെ കൂടെ അല്ലേ വന്നേ. ഒന്നാ കേരളീയ വെച്ചിട്ട് ഞാൻ അന്ന് ബിഞ്ചമ്മോടും വന്ന് പറയായിരുന്നു. അത് കേരള ചിക്കൻ ചേച്ചി സവാൾസ് അതല്ല നീ മീൻകറി ടേസ്റ്റ് നോക്കട്ടെ. ഉള്ള വോയിസ് ഓവർ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കിപ്പോഴും ആ പൊളിക്ക്. ഒരു രക്ഷയില്ല. ചീറ്റി പോയെന്ന് വിചാരിച്ചിട്ട് കൊറേ നാൾക്ക് ശേഷം ഉണ്ടാക്കിയ കൊള്ളില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ട് എത്ര മണിക്കൂർ കൊടുത്തിരി? ഞാൻ ഫസ്റ്റ് കഴിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ലതെന്ന്. 3 മണിക്കൂർ. 3 മണിക്കൂർ. അതൊക്കെ ഇത് ഇതാക്കെ ചെയ്താ ഞാൻ ആ സമയത്ത് വയ്യാണ് ഉറങ്ങി പോയി. പുറത്ത് പോയിച്ചേ സുന്ദരി, പുറത്ത് പോയിച്ചേ ഫുഡില്. എന്ത് ചാറില്ല? വെള്ളപ്പഴം വെച്ചാല ടേസ്റ്റ് പഴയ ടേസ്റ്റ് ഒന്നും അത്ര വന്നില്ലല്ലോ. പഴയതിന് വേറൊരു ടേസ്റ്റ് ആയിരുന്നു. അടുത്ത ഞാൻ ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ. ശിവക്കുട്ടിക്ക് പണ്ടുണ്ടാക്കി തന്നത് അത് ഭയങ്കര ടേസ്റ്റാണ്. എന്താ ഒരു പുച്ഛം മോൾക്ക് റെസ്പെക്ട് തന്നോളാം. ബീഫ് കറി അമ്മച്ചില് നീ തോട്ടും കാണാം. എന്നേക്ക് 20-ാം നാള് അമ്മനെ ഞാൻ തോപ്പിച്ചിരിക്കും. അമ്മക്ക് ബീഫ് വെറുതെ മസാല ഇല്ലാത്ത വേവിക്കില്ല, അത് നല്ല ടേസ്റ്റ്. ഞാനൊക്കെ അത് വെറുതെ കഴിക്കുന്ന ഇഷ്ടം. അത് വെറുതെ കഴിക്കാം, പക്ഷെ പിന്നെ കറി കൂട്ടാൻ തോന്നൂല അത് കഴിച്ചു കഴിഞ്ഞാൽ. അധികം ഇല്ല. ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. അത് അപ്പം തന്നെ കഴിക്കരുത്, 2 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കണം. അത് അപ്പുക്കുട്ടൻ സ്പെഷ്യൽ റെസിപ്പി കെരമീൻ. എല്ലാരും ഉണ്ടാക്കി വെച്ച് കഴിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് 2 മണിക്കൂർ കഴിച്ചാൽ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ എന്ന് ചീത്ത പറയാൻ പറ്റുന്ന ആ ഞാൻ ഉണ്ടാക്കുന്ന കുക്കിംഗ് കുറെ നാളെ നല്ല ടേസ്റ്റ്, സൂപ്പർ. താങ്ക് യു അപ്പുക്കുട്ട. അപ്പൊ നമ്മുടെ അപ്പൊ എല്ലാവർക്കും അപ്പുക്കുട്ട കരിമീൻ ഫിഷ് കറി ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചീത്ത പറയാനുള്ള ചീത്ത പറയുക, നോ പ്രോബ്ലം.
ഈ കമന്റ് ബോക്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. എന്നെ മാത്രം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരൊന്നും പറയണ്ട, അത്രയും പറഞ്ഞു. അല്ല ഇനി അങ്ങനെ പറഞ്ഞ എല്ലാവരും ഞങ്ങളെ പറയും, ഇനി മിണ്ടാതിരുന്ന ഞങ്ങളെ പറയും. അപ്പൊ എന്താ പിന്നെ വരാൻ പറഞ്ഞേ? നോക്കട്ടെ, അങ്ങോട്ട് പോ, ലൈറ്റ് ഇല്ല, അവിടെ പോ. ആ ഓക്കെ. എവിടെ വെള്ളം മാത്രമല്ല തന്നെ? ആ നല്ലാണോ? കഴിക്കണ നെക്സ്റ്റ് ടൈം ചിക്കൻ കറി, ബീഫ് കറി, മീൻ കറി ഉണ്ടാക്കി എല്ലാവർക്കും ഇപ്രായം ചോദിച്ചു പറയാട്ടോ. നീയല്ല ഉണ്ടാക്കാൻ പറഞ്ഞത്, പറയുന്നുണ്ടല്ലോ എന്നോട് ഉണ്ടാക്കാൻ. എന്താ പറഞ്ഞ? എന്താ അമ്മച്ചിയെ വന്നോ, വന്നോളൂ വന്നോളൂ. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആ പറ അമ്മ. ആ പോരാ. ഇല്ലാട്ടോ, അല്ല നമ്മളുണ്ടാക്കുന്നേക്കാൾ നന്നായിട്ട് അവരുണ്ടാക്കിയെന്ന് പറഞ്ഞത്. അതൊക്കെ ഞാൻ പറഞ്ഞേ, ഞാൻ ഉണ്ടാക്കുള്ളത് നോക്ക് എന്നും ഓക്കെ. നല്ല കറിയായിരുന്നു.